അത് നമ്മൾ കളിക്കുമ്പോഴത്തേക്ക് ചില ദിവസം നമുക്കിത് കിട്ടില്ല. അതായത് നമ്മൾ ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ കൊണ്ട് അടിക്കുന്നത്. ഈ സാധനം അനങ്ങളില്ല, അത് നേരെ പോവാ, ഇങ്ങനെ ചെല്ലുന്നു. ഇതില്ല, ഈ സാധനം അണങ്ങി കഴിഞ്ഞാൽ കിട്ടും. ഇത് ഒരെണ്ണം പവറില്ലാതെ ചുമ്മാ ഇങ്ങനെ അടിക്കില്ല, അത് കുഴിഞ്ഞാണ് അത്രയുണ്ട്. അത് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞ് ഒരു 3-4 അടിച്ച് നിനക്ക് കോൺഫിഡൻസ് ആയി, ശരി സെറ്റ് ഇതുമായിട്ട് സിങ്ക് ആയി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കിട്ടുന്നതടിക്കുക. അതായത് ഇവിടെ നീ മറിഞ്ഞു വന്നടിക്കില്ല, അത് വേണ്ട. അതിനൊരു ചെറിയ അടി അല്ല ഡ്രോപ്പ് ഇട്ടിട്ട് അടുത്തത് കിട്ടുമ്പോൾ പൂശിക്കും. അത് അപ്പം നമുക്കതാ പറ്റുന്നത്. നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ അതിന് പവറിലടിക്കാതെ പോകും. അവൻ എപ്പോഴും ആ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പക്ഷെ അവൻ നല്ലപോലെ നല്ലപോലെ പ്ലേസ് ചെയ്യുന്നത്. അവൻ ആ കോർണറിലേക്ക് എന്തുകൂടെ വിഷമിച്ചു. എന്നിട്ടാണ് അത് കണ്ടുപിടിച്ചു. അടി പോയപ്പോൾ തന്നെ അത് ഓടാ പറയുന്നത്. അത് ശരി, ഒരു അടി കറക്റ്റായ ശേഷം പിന്നെ കൊടുക്കും. അത് പിന്നെ നമ്മൾ അവിടെ തെറ്റിയാൽ തുടങ്ങും. പിന്നെ അത് ആദ്യത്തെ 2 അടിക്ക് 2 കാര്യം നോക്കിയാൽ മതി. ഒന്ന് റിസ്ക് യൂസ് ചെയ്യുന്നുണ്ട് ഉറപ്പ് കൊടുക്കുക, 2 നീ ഉദ്ദേശിക്കുന്നത് എവിടെയാണോ അവിടെ അടിക്കുന്നത്. നീ ഇപ്പോൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് നീ ബോക്സിലാണെങ്കിലും റിസ്ക് വെച്ചിട്ട് അവിടെ അടിച്ചാൽ മതി, അവിടെ അടിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് വീണാൽ നമുക്ക് 2 രീതിയിൽ കോൺഫിഡൻസ് ആവും. ഒന്ന് ഇത് വർക്കാവുന്നുണ്ട്, ഒന്ന് ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് പോകുന്നുണ്ട്. ഒരു 2 അടിയും കൂടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു 100-ൽ 80% ആക്യുറസി ഉണ്ടാവും. നമ്മൾ പവർ എപ്പോൾ കൂട്ടാൻ നോക്കുന്നു അപ്പോൾ നമ്മുടെ അടിയുടെ കൺട്രോൾ ഉണ്ടാവും. പക്ഷേ നല്ല സാധനം നേരെ പോകില്ല. കളിക്കാൻ ബുദ്ധിമുട്ടുന്നത് അവൻ്റെ ഓട്ടം ഉണ്ടാവില്ല. പ്രദീപ് ബ്രോ ഒന്ന് ഓടം കൊണ്ടില്ല. സോറി ഇതാ ബിരിയാണി ഞാൻ കിട്ടാം, അതിൻ്റേതായിട്ടുള്ള ക്ഷീണമില്ല. പുള്ളി അതിനുവേണ്ടി മാത്രം ഈ അവിടെ നിന്ന് മുസ്ലിം പൊറോട്ടി ആടും. അതെ അതെ അത് തന്നെ മറ്റേ ബ്ലാക്ക് നാൻ ഇവൻ കൃഷി അങ്ങോട്ട് കൊണ്ടുപോകാം. അവനെന്താ ചെയ്തത്, അവൻ അവിടെ നിന്ന് ഹൈറ്റ് കുറച്ച് ഇങ്ങോട്ട് ഇറക്കി. അപ്പം ഇവന് അടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല. അടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയാലേ അവൻ കൃഷിയുള്ളൂ. രണ്ടാമൻ അത്രയില്ല. രണ്ടാമൻ ആ ഒരു ഡ്രോപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ സാധനം ട്രൈ ചെയ്യും. അതായത് ഞാനിപ്പോൾ ഇങ്ങോട്ട് സർവ് ചെയ്യുക, അവൻ നിനക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ പുഷ് ചെയ്യും. നമ്മൾ സാധാരണ ചെയ്യുന്നുണ്ടാ നേരെ തട്ടി കൊടുക്കുക. അപ്പം അവൻ ഈ സൈഡിൽ നിന്ന് അവിടുന്ന് പുഷ് ചെയ്തിട്ട് ഇവൻ നേരെ ഇങ്ങോട്ട് ഇറങ്ങുമല്ലോ. പുഷ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് ഇറങ്ങുന്നത്. ഇവനെ കയറി വരും. ഈ ഓറഞ്ച് ഇവൻ ഇങ്ങോട്ട് കയറി വരും. ഇവൻ അത്ര ഫ്രണ്ട് കളിയില്ല. അപ്പം ഇവനെ ഒഴിവാക്കിയിട്ട് ഇവൻ അങ്ങോട്ടാണ് കയറി വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഞാനുണ്ടാകും. ഒരു 2 എണ്ണം കഴിയുമ്പോൾ പിക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വേണ്ടി കൊടുക്കും. കാരണം നമ്മുടെ പാറ്റേൺ അവന്മാർ പിക്ക് ചെയ്തു. എങ്ങനെയാണ് നമ്മൾ ഓരോ ഗോളും കളിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് പിക്ക് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ അവർ അവിടെ തന്നെയാണ് ബാറ്റ് കളിക്കുന്നത്.
എന്നിട്ടല്ല അവൻ ഓഫ് ബാലൻസ് നിൽക്കുമ്പോഴാണ് നമ്മൾ നേരെ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി കൺട്രോൾഡാണ്. ഇത് മൂവിങ്ങിലാണെങ്കിൽ ചിലപ്പോൾ ആ സാധനം ഇതുപോലെ വന്നല്ല വൈഡിലേക്ക് പോകുമ്പോൾ തിരിച്ച് പോകുമ്പോൾ ബാറ്റ് കൺട്രോൾ ഇല്ലാത്ത ഔട്ടിലേക്ക് പോകാൻ സാധ്യത. പക്ഷെ അപ്പോഴും നമ്മളൊരു കാര്യം ഉറപ്പിക്കണം, അവിടെ നിന്ന് ഈ ക്രോസ് അടിക്കുമ്പോൾ അടി കഴിഞ്ഞ ഉടനെ പറന്ന് ഇവിടെ എത്തും എന്നുള്ളത് ഉറപ്പിച്ച് വേണം അടിക്കാനായിട്ട്. നമ്മളിത് തീരുമെന്ന് വിചാരിച്ച് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തീരില്ല.